ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് കലാത്തിയ പ്ലാന്റ് കാട് കയറി നിൽക്കുന്നൊരു സ്ഥലമുണ്ടേ. ഞങ്ങൾക്കിപ്പോൾ ഗാർഡനിങ്ങിനോട് കുറച്ച് ത്വര കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. സോ ഞങ്ങൾ ഈ കലാത്തിയ പ്ലാന്റ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയേ. സംഭവം വിചാരിച്ച പോലെ അല്ല കേട്ടോ, ഇത് പിഴുതെടുക്കാൻ നല്ല പാടായിരുന്നേ. അന്നേരം അപ്പുറത്തെ വീട്ടിലെ ഒരു ആൻറ്റി ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവരിത് കൂവച്ചെടിയാണെന്ന് കരുതിയിരിക്കുമായിരുന്നേ. ഞങ്ങൾ പിന്നെ കടയിലെ റേറ്റൊക്കെ പറഞ്ഞപ്പോൾ ആൻറ്റിക്ക് ഭയങ്കര അത്ഭുതം. പിന്നെ കുറേ പ്ലാന്റ്സൊക്കെ കളക്ട് ചെയ്ത് നമ്മൾ നേരെ വീട്ടിലേക്കെത്തി. വണ്ടിയിലൊന്നും ചെളിയാവാത്തത് ഇതുപോലെ സഞ്ചിയിലാക്കിയാണ് വീട്ടിൽ കൊണ്ടുവന്നത്. വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ഇതിന് നല്ല പൊക്കമൊക്കെ തോന്നുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിത് നടാനുള്ള സ്ഥലം ഒരുക്കുകയാണ്. ഓരോ ചെടി വീഴുമ്പോഴും അത് കളയല്ലെന്ന് പറഞ്ഞ അമ്മ അവിടെ നിൽപ്പുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ചെടിയൊന്നും ഒരു ഓർഡറിലല്ലായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ എല്ലാം പിഴുത് കളഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഏരിയയ്ക്കാണ് നമ്മൾ മേക്ക് ഓവർ കൊടുക്കാൻ പോകുന്നത്. ഇവിടെ ചെടിയൊന്നും ഒരു ഓർഡർ ഇല്ലാതെ അവിടെ ഇവിടെയൊക്കെ നിൽക്കുമായിരുന്നു. സോ ഞങ്ങളതെല്ലാം പിഴുത് മാറ്റിയിട്ടുണ്ട്. പിന്നെ ലക്കി ബമ്പും ഒക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പിഴുത് ഓർഡറിൽ നട്ടു വെച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഒരു പണി കിട്ടി കേട്ടോ. ഏട്ടൻ കുഴിയെടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് പൈപ്പിൽ മുട്ടിയിട്ട് വെള്ളം ആകെ ലീക്കായിട്ടുണ്ടായിരുന്നു. അത് പിന്നെ പെട്ടെന്ന് ശരിയാക്കിയിട്ട് ഞാൻ പ്ലാന്റ് വെക്കാനുള്ള ലെവലൊക്കെ നോക്കി. അത് കഴിഞ്ഞ് കുഴിച്ച് വെച്ചപ്പോഴത്തേക്ക് ഇരുട്ടായിപ്പോയി. അതൊന്നും എടുക്കാൻ പറ്റിയില്ല.